الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. صدق الله. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നേർവഴിയിലാക്കുകയും ഇഹത്തിലും പരത്തിലും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിവിടെ നോമ്പിന് ശേഷം ഏത് തരത്തിലുള്ളൊരു പരിവർത്തനമാണ് റമദാനും നോമ്പുമൊക്കെ നമ്മിൽ ഉണ്ടാക്കേണ്ടത് എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് പ്രവാചക ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം, സുമാമത്ത് ഇബ്നു ഉസാലുമായി ബന്ധപ്പെട്ട സംഭവം ഉദ്ധരിച്ചത്. ആ സംഭവത്തിന്റെ മനഃശാസ്ത്രപരവും സാമൂഹികവും ദാർശനികവുമായ വിശകലനത്തിനിടയിൽ നീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്തത്. അതാകട്ടെ ആധുനിക കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന നീതിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺസെപ്റ്റുകളിൽ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, പുനഃസ്ഥാപനപരമായ പുനർനിർമ്മാണപരമായ നീതി എന്ന ആശയവുമായിട്ട് യോജിക്കുന്നതായി നാം കണ്ടെത്തി. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചത്. ചില സംഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഇസ്ലാമിന്റെ നൈതിക സങ്കല്പത്തെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇപ്പൊ തോന്നുകയാണ്. പ്രത്യേകിച്ചും നിലവിലുള്ള നമ്മുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ക്യാപിറ്റലിസത്തിലെ ആർത്തി, മറ്റൊരു ഭാഗത്ത് വംശീയ ഫാഷിസത്തിലെ വെറുപ്പും വിദ്വേഷവും. ഇത് രണ്ടിനോടുമുള്ള ഇസ്ലാമിന്റെ സമീപനം നിഷേധാത്മകമാണ്, കലാപപരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. സ്വാഭാവികമായും ഇസ്ലാം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വിരുദ്ധമായി മാനവികമായ, മനുഷ്യർക്ക് ഐഹികമായും പാരത്രികമായും നന്മ പ്രദാനം ചെയ്യുന്ന, അങ്ങേയറ്റം സന്തുലിതത്വം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഒന്ന്, നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഇസ്ലാമിനെ സംബന്ധിച്ച് കോൺഫിഡൻസ് നമുക്കുള്ളതല്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം നമ്മളിൽ വലിയൊരു വിഭാഗം കേവലം പരമ്പരാഗത വിശ്വാസികൾ മാത്രമാണ്. പരമ്പരാഗത വിശ്വാസത്തെ മക്കക്കാരുടെ കാര്യത്തിൽ ഖുർആൻ ഒന്ന് പരിഹസിച്ചിട്ടുണ്ട്. കേവലം പരമ്പരാഗതമായ വിശ്വാസമാണെങ്കിൽ അത് ഇസ്ലാമാണെങ്കിലും ആ പരിഹാസം ബാധകമാണ്. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസം അന്ധവിശ്വാസമാകുന്നത് അത് ബോധ്യമാകാതിരിക്കുമ്പോഴാണ്. നമ്മൾ വെറും വിശ്വാസികളായി മാറുമ്പോഴും ആ വിശ്വാസം ശരിയോ തെറ്റോ എന്നതിൽ പ്രസക്തിയൊന്നുമില്ല. അപ്പോഴങ്ങനെ പിന്നാലെ പോകുന്ന കേവലം അനുധാവനം മാത്രം വശമുള്ള പരമ്പരാഗത മതവിശ്വാസികൾ, ആ ഒരു വിശ്വാസമല്ല, അതിനപ്പുറത്തുള്ള ഒന്നാണ് കോൺഫിഡൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ സംഗതി, നിലവിലുള്ള സാഹചര്യങ്ങളോട് പൊരുതാൻ ഇസ്ലാമിന്റെ ഇതുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ നമ്മളെ കൂടുതൽ സഹായിക്കുകയും നമ്മെ അത് കരുത്തരാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മളിവിടെ പറയുന്നതൊക്കെയും നിലവിലുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. താരതമ്യത്തിനുള്ള ചില വഴികൾ ചിലപ്പോൾ ഖുതുബയിൽ നിർദ്ദേശിക്കപ്പെട്ടു എന്ന് വരാം. പക്ഷെ ഒരിക്കലും എവിടെ നിന്നും പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പൂർണ്ണമല്ല എന്നുകൂടി കേൾക്കുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന സാഹചര്യവും ചുറ്റുപാടുകളും ഒക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങളെ കാണാനും വിലയിരുത്താനും നമുക്ക് സാധിക്കേണ്ടതാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ആ വിഷയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ലിയോ ടോൾസ്റ്റോയിയുടെ ഹാജി മുറാദ് എന്നൊരു നോവലുണ്ട്. ഹാജി മുറാദ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോക്കസസിൽ, കൊക്കേഷ്യ നമ്മൾ പറയുമല്ലോ, കൊക്കേഷ്യൻ ജനവിഭാഗം, അത് നോർത്ത് കോക്കസസും സൗത്ത് കോക്കസസും ഉണ്ട്. ഒന്നിന് ട്രാൻസ് കൊക്കേഷ്യ എന്ന് പറയും, മറ്റതിന് സിസ് കൊക്കേഷ്യ എന്നും പറയും. ഈ സിസ് കൊക്കേഷ്യ അല്ലെങ്കിൽ നോർത്ത് കോക്കസസ് എന്ന് പറയുന്ന പ്രദേശം കൂടുതൽ മുസ്ലിം ഗോത്ര വിഭാഗങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. പക്ഷെ നൂറ്റാണ്ടുകളുടെ ഒരു സമരത്തിന്റെ, പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ഒരു ജനതയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. സാർ ചക്രവർത്തിമാരുടെ അധികാരത്തിന് കീഴിൽ അവരുടെ ഒരു റുസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടായിരുന്നു. റുസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പ്രദേശം മുഴുവൻ റഷ്യൻ വൽക്കരിക്കുക, സാംസ്കാരികമായൊരു മേൽക്കോയ്മ റഷ്യൻ സമൂഹത്തിനുണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രവൃത്തിക്കെതിരായിട്ടും സാർ ചക്രവർത്തിമാരുടെ അധികാരത്തിനെതിരായിട്ടും വളരെ കൃത്യമായിട്ട് ആ പോരാട്ടം ഇസ്ലാമിന്റെ ഒരു ബേസിൽ നിന്നുകൊണ്ടുള്ളത് കൂടിയായിരുന്നു. ഇമാം ഷാമിലിനെ പോലുള്ള പ്രതിഭാധനരായ സൂഫി പോരാളികളുടെ, തെറ്റിദ്ധരിക്കരുത്, തസവുഫ് സൂഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കലല്ല, പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കലും കൂടിയാണ്. ഇറ്റലിയുടെ അധികാരത്തിനെതിരായിട്ട് ലിബിയൻ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഉമർ മുഖ്താർ എന്ന സൂഫിയാണ്. അപ്പോൾ അതും കൂടിയാണ് തസവുഫിന്റെ ആശയം എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പോഴങ്ങനെ ഇമാം ഷാമിലിനെ പോലുള്ള ആളുകളുടെ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന ഒന്നാണ് കൊക്കേഷ്യൻ ചരിത്രം. അത് കഴിഞ്ഞിട്ടാണ് സോവിയറ്റ് ഭരണമുണ്ടായത്. സോവിയറ്റ് യൂണിയന്റെ കീഴിൽ സോവിയറ്റൈസേഷൻ, റുസിഫിക്കേഷൻ പോലെ തന്നെ സോവിയറ്റൈസേഷൻ, ഇതിനെതിരായിട്ടും പൊരുതേണ്ടി വന്നു. സ്റ്റാലിന്റെ കാലത്തുള്ള ശുദ്ധീകരണ നയങ്ങൾക്ക് വ്യാപകമായ തോതിൽ ഇരയാവുകയും ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ പ്രദേശത്തുള്ള മുസ്ലിം നേതാക്കന്മാർക്ക്. ഇനി അതും കഴിഞ്ഞ് സോവിയറ്റ് യൂണിയനും തകർന്നതിന് ശേഷം ചെച്നിയയും അതുപോലെയുള്ള പ്രദേശങ്ങളുമൊക്കെ ഇപ്പോഴത്തെ റഷ്യൻ ഭരണകൂടത്തിനെതിരായിട്ടും ഇതേ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് സാർ ചക്രവർത്തിമാരുടെ കാലത്ത് അതിനെതിരായിട്ട് പൊരുതിയിട്ടുള്ള ഇമാം ഷാമിലിന്റെ കൂട്ടാളിയായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഹാജി മുറാദ്. അദ്ദേഹം പക്ഷേ ഇമാം ഷാമിലുമായിട്ട് തെറ്റുന്നുണ്ട്. തെറ്റിയ സന്ദർഭത്തിൽ അദ്ദേഹം ചെറിയൊരു മൂരാച്ചിപ്പണി, അങ്ങനെ പറയാലോ, ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. കുടുംബാംഗങ്ങളെയൊക്കെ ഷാമിൽ തടവിൽ വെച്ചു. അപ്പൊ രക്ഷിക്കാൻ വേണ്ടി റഷ്യയുടെ സഹായം തേടി. പക്ഷെ അതേസമയം ഹാജി മുറാദിനെ ആ ഒരു തിന്മയിൽ മരിക്കാൻ ചരിത്രം അഥവാ അള്ളാഹു അനുവദിച്ചില്ല, ടോൾസ്റ്റോയും അത് അനുവദിച്ചില്ല. അവസാനം റഷ്യക്കാർക്കെതിരെ പൊരുതിയിട്ട് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്. അതെന്തോ ആവട്ടെ, ആ സമയത്ത് നേതാക്കന്മാരെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എന്താണ് ഒരു സംസ്കാരം കൊണ്ട് സൃഷ്ടമാകുന്നത് എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരാൾ ഒരു ആശയം സ്വീകരിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അയാൾ എങ്ങനെയാണ് മാറുന്നത് എന്നതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ആ കാലത്തുള്ള സാർ ചക്രവർത്തി സാർ നിക്കോളാസ് ഒന്നാമനാണ്. അയാൾക്ക് ശേഷം പിന്നീട് വന്നിട്ടുള്ള സാർ നിക്കോളാസ് രണ്ടാമന്റെ കാലത്താണ് ബോൾഷെവിക് വിപ്ലവം നടക്കുന്നതും സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുന്നത്.
എന്തായാലും സാൾ നിക്കോളാസ് ഒന്നാമന്റെ കാലത്തുള്ള ഒരു സംഭവം അതിൽ പറയുന്നത്, അയാള് ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കുകയാണ്. ആ വിദ്യാർത്ഥി ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ അത് ഗുരുതരമാണ്. കാരണം ഒരു ചെറിയ പേനാക്കത്തി കൊണ്ട് പഠിപ്പിച്ച പ്രൊഫസറുടെ പള്ളക്ക് ചെറുതായിട്ടൊന്ന് കുത്തി, ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. അത് വലിയൊരു വധശ്രമമാക്കി മാറ്റി കേസെടുത്തു. പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യാർത്ഥി പോളിഷ് വംശജനാണ്. പോളണ്ടും പോളിഷ് വംശജരും ഒക്കെ അന്ന് സാർ ചക്രവർത്തിയുടെ അധികാരത്തിന് കീഴിലേ. പക്ഷെ അവർ വിവേചനം അനുഭവിക്കുന്ന ജനതയെ. റഷ്യക്കാര് അവരെ രണ്ടാം തരക്കാരായിട്ടോ നാലാം തരക്കാരായിട്ടോ ഒക്കെ കണ്ടിരുന്നത് എന്ന് ചരിത്രം പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോളിഷ് വിദ്യാർത്ഥിയാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അയാളെ വിചാരണ ചെയ്യുകയാണ് അയാൾ ചെയ്ത കുറ്റത്തിന്. പക്ഷെ ആ കുറ്റത്തിനും ഒരു കാരണമുണ്ട്. 3 തവണ ഈ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി തോറ്റു. പിന്നെയാണ് അയാൾക്ക് മനസ്സിലായത് റഷ്യൻ വംശജനായ പ്രൊഫസർ കരുതിക്കൂട്ടി തോൽപ്പിച്ചതാണ്. അതിന്റെ പേരിൽ അയാൾക്ക് പെട്ടെന്ന് അയാളുടെ ഒരു സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ പോയിട്ടാണ് ഈ കുത്ത് നടക്കുന്നത്. കൊല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അയാളുടെ ദേഷ്യത്തിൽ അങ്ങ് ചെയ്തു പോയതാണ്. പക്ഷേ അത് വലിയൊരു കുറ്റമായി കണ്ടിട്ട് സാർ ചക്രവർത്തി ശിക്ഷ വിധിക്കുമ്പോൾ ഒരാള് നിക്കോളാസ് ഒന്നാമനോട് പറയുന്നു അയാൾ ഒരു കത്തോലിക്കനും കൂടിയാണ്. അത് പറഞ്ഞതോടുകൂടി സാർ ചക്രവർത്തിയുടെ മുഖത്ത് ദേഷ്യം ഒന്ന് കൂടിയതായിട്ട് ടോൾസ്റ്റോയ് പറയുന്നുണ്ട്. കാരണം സാർ നിക്കോളാസ് ചക്രവർത്തി റഷ്യൻ ഓർത്തഡോക്സ് സഭാംഗമാണ്. മനസ്സിലാക്കണം, രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. പക്ഷെ സാർ ചക്രവർത്തി ഓർത്തഡോക്സ് സഭാംഗമാണ്, മറ്റേയാൾ കത്തോലിക്കനാണ്. അപ്പൊ കത്തോലിക്കനോടുള്ള വംശീയമായ വിദ്വേഷം, പോളണ്ടുകാരോടും പോളിഷ് ജനതയോടുമുള്ള വംശീയമായ വിദ്വേഷം. എന്നിട്ട് ചക്രവർത്തി ശിക്ഷ വിധിക്കുകയാണ്. റഷ്യയിൽ വധശിക്ഷയില്ല. വധശിക്ഷ പോലുള്ള പ്രാകൃതമായ ശിക്ഷകളെ നാം അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം ആ കുട്ടിക്ക് ശിക്ഷ വിധിക്കുകയാണ്. 12 തവണ ചമ്മട്ടി പ്രഹരം നടത്തണം. അതിൽ ഒരു തവണ എന്ന് പറയുന്നത് 1000 അടിയായിരിക്കണം. ഒരൊറ്റ തവണ അടിക്കണ്ടു ആ കുട്ടി മരിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ വധശിക്ഷ വിധിച്ചില്ല. കാരണം നമ്മൾ വധശിക്ഷയിലൊന്നും വിശ്വസിക്കാത്ത പ്രാകൃതരല്ലാത്തൊരു സമൂഹമായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അതിന് പകരം ചെയ്തിരിക്കുന്നത് 1000 വീതം 12 തവണ അടിക്കണം. ഉറപ്പാണ് 1-2 തവണ ശിക്ഷ നടപ്പിലാക്കുമ്പോഴേക്കും ഈ കുട്ടി മരിക്കും. അതും വളരെ ഭീകരമായ മരണമായിരിക്കും, വധശിക്ഷയേക്കാൾ ഭീകരമായ മരണമായിരിക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ പോളിഷ് വിദ്യാർത്ഥിക്ക് നേരെ, പ്രത്യേകിച്ചും കത്തോലിക്കനായ ഒരു കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു വംശീയത, എത്രമാത്രം ഇത്തരം സിദ്ധാന്തങ്ങൾ, മനുഷ്യന്റെ ഇത്തരം ചിന്തകള് മാനുഷികതയിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. സമകാലിക കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് ബാധകമാണ്. ഇന്നലെ വന്നിട്ടുള്ള വാർത്ത, ഒറീസയിൽ ഒരാളെ ജയിൽ മുക്തനാക്കി. പോട്ടെ, കുഴപ്പമില്ല, നമ്മളിപ്പോ റെസ്റ്റോറേഷനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ജയിൽ മുക്തനാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കേണ്ട സംഭവമൊന്നുമല്ല. പക്ഷേ ഒരാളുടെ തിരിച്ചറിവിന്റെയും അയാളുടെ തിരിച്ചുവരവിന്റെയും പേരിലുള്ള ജയിൽ മുക്തി അല്ലത്. സത്യം പറഞ്ഞാൽ ഒരു സമുദായത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അയാളെ മാലയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ആളുകൾ സ്വീകരിക്കുകയാണ്. പണ്ട് ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ഒരു പാതിരി, ഒരു പാസ്റ്റർ, അയാളെയും അയാളുടെ 2 മക്കളെയും വാഹനത്തിലിട്ട് ചുട്ടുകൊന്നിട്ടുള്ള കേസിലുള്ള പ്രതിയാണ്. അപ്പോൾ അയാളെ അങ്ങോട്ട് വിട്ടയക്കുകയാണ്. അങ്ങനെ വിട്ടയക്കുമ്പോഴും ആ വിട്ടയക്കലിലൂടെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ, പ്രബലമായ സമൂഹങ്ങളിൽ ഒന്നിനെ വളരെ പച്ചയായിട്ട് ധിക്കരിക്കുമ്പോഴും കേരളത്തിൽ ഇതേ വിഭാഗം, ഇതേ ന്യൂനപക്ഷ ഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു സമുദായത്തിനെതിരെ എന്തൊക്കെ പറയാൻ കോപ്പ് കിട്ടും എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. മനസ്സിലാക്കണം, അതും അവരുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇത്തരം വിദ്വേഷങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിചാരിക്കും? അപ്പൊ ഇങ്ങനെയുള്ള മാനസികാവസ്ഥകൾക്ക് മനുഷ്യൻ അടിപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ക്രിസ്തു ദർശനത്തെ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. മറിച്ച് ക്രിസ്ത്യാനി എന്ന നിലക്കുള്ള വംശീയത പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വളരെ വിശാലമായിട്ടുള്ള, നമ്മൾ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ മുസ്ലിം എന്ന ഐഡന്റിറ്റി വളരെ പ്രധാനമാണ്. അതിന്റെ നിലനിൽപ്പാണല്ലോ പ്രശ്നം. പൗരത്വ ഭേദഗതി ആയാലും വഖഫ് അമെന്റ്മെന്റ് ആയാലും ഒക്കെ ആ ഒരു അസ്തിത്വത്തിന് നേരെ, സ്വത്വത്തിന് നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് എന്നതിനാൽ അതിന് പ്രസക്തിയുണ്ട്. അതേസമയം തന്നെ അതിനേക്കാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഗണനയിൽ ഇസ്ലാം എന്ന ഐഡിയോളജി വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് മുതലായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ചില സംഭവങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് പോകേണ്ടതുണ്ട്. ചരിത്രപരമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചരിത്രപരമായിട്ടും ദീനിയായിട്ടും സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ചരിത്രപരമായിട്ട് എന്ന് പറയുമ്പോൾ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ദുൽഖർനൈന്റെ സംഭവമാണ്.
ദുൽഖർനൈനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുൽഖർനൈൻ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ആ ഒരു പ്രയോഗം അത്ര ഇന്നത്തെ കാലത്ത് അത്ര നല്ലൊരു പ്രയോഗം അല്ലെങ്കിൽ പോലും ഒരു നേതാവാണ്, ജനനേതാവാണ് എന്ന് വിചാരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അദ്ദേഹത്തെ ഭരണത്തിന്റെ സിസ്റ്റത്തിന്റെ ഒരു ഒന്നാം തരം മോഡലായിട്ട് ഖുർആൻ വരച്ചു വെക്കുകയാണ്. അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം അങ്ങനെയാണ്. ഇന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ദുൽഖർനൈനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. വലിയ ഗ്രന്ഥങ്ങൾ എഴുതാൻ പറ്റിയൊരു വിഷയമാണ്. ചെറിയ വാക്കുകളിലൂടെ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണ് ഖുർആൻ? ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ ഫഅത്ബഅ സബബ. അദ്ദേഹത്തിന് നാം ധാരാളമായിട്ട് ഭൂമിയിൽ ഒരുപാട് സാധ്യതകൾ, മക്കന്നാ ലഹു ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അധികാരം നൽകിയെന്നാണ്. ഒരുപാട് സാധ്യതകൾ, തുടർന്ന് വഴികളെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് ഒരുപാട് സാധ്യതകൾ നൽകിയെന്നാണ്. അങ്ങനെ ഒരു സാധ്യതയിലൂടെ അദ്ദേഹം ജനനേതാവായിട്ടുള്ള ദുൽഖർനൈൻ, രാജാവാകട്ടെ പ്രധാനമന്ത്രിയാകട്ടെ പ്രസിഡന്റ് ആകട്ടെ, പേരൊന്നും ഇവിടെ വിഷയമല്ല. കാരണം ഒന്ന് ചീത്തയാകുന്നത് പേര് നല്ലതല്ലാത്തത് കൊണ്ടല്ല. നമ്മൾ അരിസ്റ്റോട്ടലിനെ പല രീതിയിലും വിമർശിക്കും. പക്ഷെ അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാമൂഹിക സംഘാടനത്തിന്റെ 3 രൂപങ്ങളെ വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഒന്നാമത്തത് ഓട്ടോക്രസിയാണ്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം, ഒരാളുടെ മാത്രം അധികാരത്തിൽ എല്ലാവരും. കുഴപ്പമല്ലേ? കുഴപ്പമാണ്. പക്ഷെ അതേസമയം ആ ഒരു മനുഷ്യൻ നന്നായാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരൊറ്റ മനുഷ്യൻ നന്നായാൽ. മാത്രവുമല്ല, ഡെമോക്രസിയെ അപേക്ഷിച്ച് അതിനുള്ള ഒരു ഗുണവും അതാണ്. ഡെമോക്രസിയിൽ എത്ര പേര് നന്നായാലാണ് സിസ്റ്റം നന്നാവുക. അതേസമയം ഓട്ടോക്രസിയിൽ ഒരൊറ്റ ഓട്ടോക്രാറ്റ് നന്നായി കഴിഞ്ഞാൽ സിസ്റ്റം നന്നാവും. പക്ഷെ അതെപ്പോഴും നന്നായിക്കൊള്ളുന്നില്ല. അയാളുടേതായ സ്വാർത്ഥതയ്ക്ക് കീഴ്പ്പെട്ടാൽ അനീതി പെരുകും. അങ്ങനെ പെരുകുന്നതോടുകൂടി അത് ഡിക്റ്റേറ്റർഷിപ്പായിട്ട്, സ്വേച്ഛാധിപത്യമായിട്ട് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് അരിസ്റ്റോക്രസിയാണ്. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് ഖുറൈശികൾക്കിടയിലൊക്കെ രൂപപ്പെട്ടതുപോലെ. ഖുറൈശികൾ എന്ത് പറഞ്ഞാലും എല്ലാ അറബികളും കേൾക്കുമല്ലോ. അപ്പോഴങ്ങനെയുള്ള അവസ്ഥകൾ സ്വാഭാവികമായി ചരിത്രപരമായി തന്നെ രൂപപ്പെടും. ഒരു വിഭാഗം ഉണ്ടാകും. ആ വിഭാഗത്തിന്റെ ഒരു കൺട്രോളിലൊക്കെ ആയിരിക്കും ആളുകൾ. ആ വിഭാഗത്തിൽ നന്മയും നീതിയും ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ഒരു പ്രഭുത്വാധിപത്യമായിട്ട്, ഒരു ഒളിഗാർക്കിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. അങ്ങനെയാണ് നമ്മൾ ഡെമോക്രസി പരീക്ഷിക്കുന്നത്. ഏതൻസിലാണ്, ഗ്രീസിലാണ് ആദ്യമായിട്ട് ഡെമോക്രസി ഉണ്ടായതെന്നാണല്ലോ പറയുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡെമോക്രസി പരീക്ഷിക്കുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല, ജനങ്ങളെല്ലാവരും തെരഞ്ഞെടുക്കുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതേസമയം പ്രശ്നമില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കിടയിൽ അനീതിയും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങളും വളർന്നു വന്നു കഴിഞ്ഞാൽ അത് കേവലം ഒരു ഡെമഗോഗറി മാത്രമായിരിക്കും. ഡെമഗോഗറി. നമ്മൾ ഡെമോക്രസിയിലാണോ ഡെമഗോഗറിയിലാണോ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഡെമഗോഗ് എന്ന് പറഞ്ഞാൽ വളരെ വ്യാജമായിട്ടും കൃത്രിമമായിട്ടും ജനപിന്തുണ സംഘടിപ്പിക്കുന്ന ഒരു മാനിപ്പുലേറ്റർ എന്നാണ് അർത്ഥം. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പലതരം പ്രചാരണങ്ങളിലൂടെ പ്രൊപ്പഗൻഡയ്ക്ക് പ്രാധാന്യം നൽകുന്ന, ഈ പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന ആശയമൊക്കെ മൂർത്തമായത് പിൽക്കാലത്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ആദ്യമേ പറയപ്പെടുന്നുണ്ട്. അപ്പോഴങ്ങനെ പ്രചാരണങ്ങളിലൂടെ ഒരുതരം പോപ്പുലിസത്തിന്റെ, ജനകീയതയുടെ രൂപം സ്വീകരിക്കുന്ന ഒരു ഡെമഗോഗ് അധികാരത്തിൽ വരുന്നതോടുകൂടി അയാൾ പിന്നെ അവതാരമാകും, അയാൾ പിന്നെ ദൈവപുരുഷനാകും, അയാൾ ദിവ്യത്വമുള്ളവനാകും, അയാൾ രക്ഷകനാകും, അയാൾ വികസന നായകനാകും. അയാൾ ആകാത്തതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം തന്നെ അയാളുടെ നീതിപൂർവകമല്ലാത്ത കൺട്രോളിലേക്ക് രാജ്യം മുഴുവൻ പോകുന്ന ഒരവസ്ഥ നമുക്കിതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. ജീവിതം കൊണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോഴെന്തും അങ്ങനെ ആവാം. എന്തായിരുന്നാലും ദുൽഖർനൈനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികൾ നൽകി എന്നാണ് പടച്ചതമ്പുരാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്. എന്നിട്ട് അങ്ങനെ അദ്ദേഹം ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ അവരെത്തിയെന്നാണ്. സൂര്യൻ അസ്തമിക്കുന്നിടം വരെ എന്ന് പറഞ്ഞാൽ ചക്രവാളം വരെ എത്തി എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. സൂര്യാസ്തമനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു അനുഭവം മാത്രമാണ്. സൂര്യൻ അങ്ങനെ അസ്തമിക്കുന്നൊന്നുമില്ലല്ലോ. സൂര്യൻ നിന്നിടത്ത് നിൽക്കുകയല്ല, ചലിക്കുന്നുണ്ട്, പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഉദയം അസ്തമനം എന്നതൊക്കെ നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ഭൂമിയുടെ കറക്കം കാരണം നമുക്ക് തോന്നുന്നത് മാത്രമാണ്. അങ്ങനെ തോന്നുമ്പോൾ നമ്മളിവിടെ കാപ്പാട് കടപ്പുറത്ത് അസ്തമനം കാണാൻ വേണ്ടി ആരെങ്കിലും നിൽക്കാറുണ്ടോ എന്നറിയില്ല. അവിടെ ചന്ദ്രന്റെ അസ്തമനം കാണാനാണ് നമ്മൾ നിൽക്കാറുള്ളത്. അത് പിറവിയായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യും, അത് വേറെ വിഷയമാണ്. അതേസമയം സൂര്യൻ അസ്തമിക്കുവാൻ വേണ്ടി കടപ്പുറത്ത് ആരെങ്കിലും പോകാറുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നോക്കിയാൽ കടലിലേക്ക് താഴുന്നത് പോലെയാണ് കാണുക. അതാണ് പടച്ചതമ്പുരാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഹത്താ ഇദാ സൂര്യൻ ഇങ്ങനെ ഒരു കറുത്ത ജലത്തിലേക്ക് താഴുന്നതായിട്ട് കണ്ടു എന്നാണ്. അത് കാഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. കൗമ, അതിന്റെ പരിസരത്ത് ഒരു ജനതയും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു.
അങ്ങനെ ആ ജനതയുടെ കാര്യത്തിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ജനതയുടെ മേലുള്ള ഫുള്ളായിട്ടുള്ള കൺട്രോള് ഈ ദുൽഖർനൈന്റെ കയ്യിൽ കിട്ടുന്നു. ഖുർആന്റെ പരികൽപ്പന അനുസരിച്ച് ദുൽഖർനൈന്റെ കയ്യിൽ ആ ജനതയുടെ മുഴുവൻ കൺട്രോള് കിട്ടുക. അപ്പൊ എന്താണ് അത് പറയുന്നത്? എന്താന്ന് വെച്ചാൽ യാ ദുൽഖർനൈൻ ഇമ്മാൻ തുഅസ്സിബ വ ഇമ്മാൻ തത്തഖിദ ഫീഹിം ഹുസ്ന എന്നാണ് പറയുന്നത്. അല്ലയോ ദുൽഖർനൈൻ, നിനക്ക് വേണമെങ്കിൽ ഇവരെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അവരോട് ക്രൂരമായി പെരുമാറാം, അവരോട് അങ്ങേയറ്റം മോശമായി പെരുമാറാം. അങ്ങനെയാണല്ലോ പോരാളികൾ, വിജയികൾ അങ്ങനെയാണ് പെരുമാറുക. ഫൈദാ ബതശ്തും ജബ്ബാരീൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ക്രൂരന്മാരായിട്ട് അക്രമികളായിട്ട് കയറി ചെല്ലുക എന്നുള്ളതാണ് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ കാലത്ത് പിന്നെ ലീഗ് ഓഫ് നേഷൻസോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയോ ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഇതൊക്കെ പ്രവർത്തിക്കുന്ന പുതിയ കാലത്ത് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഈ വിജയികളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അവരവിടെ സർവത്ര നാശം ഉണ്ടാക്കും. അതെല്ലാ കാലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഏകാധിപത്യത്തിന്റെയും വംശീയതയുടെയും ഒക്കെ ഒരു സ്വഭാവം അതാണ്. കാട്ടിക്കൂട്ടിയിട്ടുള്ള അക്രമങ്ങൾക്ക് യാതൊരു പരിധിയും കണക്കുമില്ല. ചില ആളുകളൊക്കെ മതം നിമിത്തം യുദ്ധങ്ങൾ ഉണ്ടായതിന്റെ കണക്കെടുക്കാൻ നിൽക്കും. പല വികാരങ്ങൾ കാരണവും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, മതനിമിത്തവും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ സ്ഥാനം വളരെ താഴെയാണ്. പറച്ചില് കേട്ടാ വിചാരിക്കും ആകപ്പാടെ മതത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം. അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഇൻസിഡന്റ് സെക്കൻഡ് വേൾഡ് വാർ ആണ്. റിലീജിയന് യാതൊരു പങ്കാളിത്തവും ഇല്ലായിരുന്നില്ലേ, മതത്തിന് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് സ്റ്റാലിന്റെയും അതുപോലുള്ള ആളുകളുടെയും ഒക്കെ ഭരണത്തിന് കീഴിൽ കൊല്ലപ്പെട്ടതിന്റെ കണക്കാണ്. അതിലും മതത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു. പിന്നെയുള്ളത് ജംഗിസ് ഖാനെ പോലുള്ള ആളുകളുടെ പടയോട്ടം, അതും മതപരമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അട്രോസിറ്റികളുടെ കൂട്ടക്കൊലകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതിലൊന്നും മതം പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പിന്നെ അങ്ങേയറ്റത്തെ അക്രമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്തിനധികം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇലക്ഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ജയം നേടിക്കഴിഞ്ഞാൽ അവര് കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നതാണല്ലോ. അവര് കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ പോലും ജയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അക്രമം കാണിക്കാനുള്ളതാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട് ആളുകൾക്ക്. അപ്പൊ അങ്ങനെ ഒരു സർവ്വ സ്വാതന്ത്ര്യമാണ് ആ ജനതയുടെ മേൽ, പൂർണ്ണമായ അവകാശമാണ് ആ ജനതയുടെ മേൽ ദുൽഖർനൈനിന് കിട്ടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിലൂടെ സൂചിപ്പിക്കുന്നത്. യാ ദുൽഖർനൈൻ ഇമ്മാൻ തുഅസ്സിബ, വേണമെങ്കിൽ നിനക്ക് അവരോട് ഒരു അക്രമിയെ പോലെ പെരുമാറാം, ഒരു വിജയിയെ പോലെ പെരുമാറാം, അല്ലെങ്കിൽ അവരോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ദുൽഖർനൈന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവരുടെ കൂട്ടത്തിൽ ആരാണോ അക്രമം പ്രവർത്തിക്കുന്നത് അവരെ ഞാൻ ശിക്ഷിക്കും. അക്രമം പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഞാൻ ശിക്ഷിക്കൂ. അതും എമ്മാതിരി അക്രമകാരികൾ തുടർന്ന് നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നീയും നിന്റെമായിട്ട് ശിക്ഷ നൽകാനും മാത്രം ഗുരുതരമായ അക്രമം പ്രവർത്തിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അതേസമയം ജനങ്ങളോട് ഞാൻ വളരെ നന്നായിട്ട് തന്നെ പെരുമാറും. ദുൽഖർനൈന്റെ തുറന്നുള്ള ജീവിതവും അതുപോലെ തന്നെ തുറന്നുള്ള കഥയും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാം. അദ്ദേഹം പറയുന്നത്, പിന്നെ ചേർത്ത് പറയുന്നത് വഅമ്മാമൻ ആമന വഅമില സ്വാലിഹൻ ഫലഹു ജസാഅനിൽ ഹുസ്ന വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്ര. അതേസമയം അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് നിന്റെ പക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. ആ ആളുകളോട് ഏറ്റവും ഉദാരമായിട്ടായിരിക്കും ഞാൻ പെരുമാറുക എന്ന് ദുൽഖർനൈൻ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ ഒരു നന്മ സ്ഥാപിക്കുവാൻ ഇതിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ആരാണ് ഈ ദുൽഖർനൈൻ എന്ന് ചോദിച്ചാൽ അതിന് മുഫസ്സിറുകൾ പറയുന്ന പല മറുപടികളിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള മറുപടി പേർഷ്യൻ രാജാവായ സൈറസ് ഒന്നാണ്. സൈറസ് എന്ന് പറഞ്ഞാൽ സരതുഷ്ട്രരുടെ മതത്തിലെ ഒരു മുജദ്ദിദായിട്ട് അറിയപ്പെടുന്ന ആളാണ്, ഒരു നവോത്ഥാന നായകൻ. സരതുഷ്ട്രർ പേർഷ്യൻ പ്രവാചകനാണ്, അദ്ദേഹം നബിമാരിൽ ഒരാളാണ് എന്ന് അംഗീകരിച്ചിട്ടുള്ളവരാണ് വലിയൊരു വിഭാഗം മുഫസ്സിറുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഖുർആനിൽ പേര് പറയാത്ത ഒരു പ്രവാചകൻ, ഖുർആനിൽ പലപ്പോഴും സെമിറ്റിക് പ്രവാചകന്മാരുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പിന്നെ മനസ്സിലാവാത്ത അവ്യക്തമായിട്ടുള്ള ചില പേരുകളും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില പേരുകളും അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ ഒന്നും പേരുകൾ പറഞ്ഞിട്ടില്ല. പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ ആര്യൻ ജനവിഭാഗമാണ്. അക്കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള സൊറോആസ്ട്രർ എന്ന് പറയും. ഈ സൊറോആസ്ട്രറുടെ പരമ്പരയിലെ ഒരു മുജദ്ദിദായ ഒരു നവോത്ഥാന നായകനായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന സൈറസ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അസ്തമന സ്ഥാനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. അത് നേരത്തെ സൂചിപ്പിച്ചു. ആ പോകാവുന്നിടത്തോളം പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്നത് ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേക്കര വരെ പോയി. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേക്കര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയുടെ ഒക്കെ ഒരറ്റം.
അപ്പൊ അങ്ങനെ ആ തുർക്കിയുടെ ഒരു അറ്റം വരെ പോയി. ആ പ്രദേശത്ത് ഭരിക്കുന്നത് ലിഡിയൻസ്. ലിഡിയൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജനവിഭാഗമാണ്. അവരുടെ രാജാവായിട്ടുള്ള ക്രോയസസ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കീഴിലായിരുന്നു സൈറസിന് തൊട്ടു മുമ്പ് വരെ പേർഷ്യക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അവരങ്ങേയറ്റം വിദ്വേഷപരമായിട്ടാണ് പേർഷ്യക്കാരുമായി ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഈ ക്രോയസസ് എന്ന രാജാവ്. പേർഷ്യക്കാരുമായി ശത്രുത പ്രഖ്യാപിക്കുകയും അവർക്കെതിരായിട്ട് വിദ്വേഷം ഉത്പാദിപ്പിക്കുകയും പേർഷ്യൻസിന്റെ എല്ലാ വളർച്ചകളെയും തടയുകയും ചെയ്തിരുന്ന ഒരു രാജാവായിട്ട് ചരിത്രത്തിൽ ഈ ക്രോയസസിനെയും അയാളുടെ ജനവിഭാഗമായ ലിഡിയൻസിനെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നിരിക്കെ ഈ പേർഷ്യക്കാരിൽപ്പെട്ട ഈ പറയുന്ന സൈറസ് അധികാരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ആളുകളെ പരാജയപ്പെടുത്തിയതിനു ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ചരിത്രം വായിച്ചു നോക്കണം. ഒന്നിനും പ്രതികാരം ചെയ്തില്ല. ഇതാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ദുൽഖർനൈനിന്റെ ശീലം അതാണ്. ദുൽഖർനൈൻ സൈറസ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആണെങ്കിൽ തീർച്ചയായിട്ടും സൈറസിനെ കുറിച്ച് ചരിത്രം പറയുന്നതും അതാണ്. ആ വിഭാഗത്തോട് പ്രതികാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരോട് നീതിപൂർവകമായിട്ട് പെരുമാറുകയും ഈ ക്രോയസസിനെ തന്നെ സൈറസ് തന്റെ പ്രധാന ഉപദേഷ്ടാവായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അതോടുകൂടി അയാൾ തന്നെ മാറിപ്പോയി. എല്ലാവർക്കും അത് സാധിക്കില്ല. എന്ന് ഖുർആൻ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ. ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ അടുത്ത മിത്രമായി മാറുന്നു. ഈ ഒരു പരിവർത്തനം ഇയാൾക്കിടയിൽ സംഭവിക്കുന്നു. അതാണ് റെസ്റ്റോറേഷൻ. ജീവിതത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അത് തൗബയാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന, നമുക്കതിന്റെ മൂല്യം അറിയാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂല്യവത്തായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തൗബയാണ്. എന്റെ അടിയാറുകളെ, സ്വന്തത്തോട് അങ്ങേയറ്റം അധർമ്മം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിയാറുകളെ, നിങ്ങൾക്ക് വരാൻ ഇനിയും സമയമുണ്ട് എന്ന് പടച്ചതമ്പുരാൻ പറയാണല്ലോ. മരിക്കുന്ന സെക്കൻഡ് വരെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, സാധ്യതകളാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത. പടച്ചതമ്പുരാൻ അത്ര വരെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അത്ര വരെ പടച്ചതമ്പുരാൻ കാത്തു നിൽക്കുന്നു. അങ്ങനെയുള്ള സാധ്യതകൾ, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള, ഏറ്റവും മൂല്യവത്തായിട്ടുള്ള, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയപ്പോൾ സുമാമത്ത് ബിൻ ഉസാലിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ക്രോയസസ് എന്ന് പറയുന്ന രാജാവിന് സംഭവിച്ചത്. ലിഡിയന്മാർക്ക് സംഭവിച്ചു. കഴിഞ്ഞ ഹുതുബയിൽ നമ്മൾ റുവാണ്ടയുടെ കാര്യം പറഞ്ഞിരുന്നു. റുവാണ്ടയിൽ നടന്നത് ഈ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വംശഹത്യകളിൽ ഒന്നാണ്. ഹുതു എന്ന് പറയുന്ന ജനവിഭാഗം അവരുടേതായ ഒരു നാഷണലിസം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ തുത്സികൾക്കെതിരായി അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള വംശഹത്യ നടത്തി. ലക്ഷക്കണക്കിന് ആളുകൾ, 3 മാസം നീണ്ടുന്ന വംശീയ ഹത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അത്ഭുതകരമെന്നിരിക്കട്ടെ, നമ്മൾ പറഞ്ഞല്ലോ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പിന്നീട് അധികാരം കിട്ടുന്നത് ഇതേ തുത്സികൾക്കാണ്. കൊല്ലപ്പെട്ട തുത്സികൾക്ക് പിന്നെ മേൽക്കൈ കിട്ടുന്നു. അത് വളരെ അത്ഭുതകരമായിരുന്നു. ചരിത്രത്തിൽ അത്തരം ധാരാളം അത്ഭുതങ്ങൾ. നമുക്കത് അത്ഭുതമല്ല, കാരണം അള്ളാഹുവിന്റെ ഇടപെടലുകളുടെ ആഖ്യാനമാണ് ചരിത്രം എന്ന് നമുക്കറിയാം. ചരിത്രത്തിന്റെ സംവിധായകനും വിധാതാവും പടച്ചതമ്പുരാനാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമേ അല്ല. അങ്ങനെ തുത്സികൾക്ക് ആധിപത്യം കിട്ടിയപ്പോൾ ഗചാച്ച എന്ന് പറയുന്ന ഒരു കോടതി, അവരുടെ നാടൻ കോടതി, വലിയ അന്തർദേശീയ കോടതിയൊക്കെ ഇടപെടുകയും ഇവരെ യുദ്ധ കുറ്റവാളികളായിട്ട് വിധിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവര് പറഞ്ഞ അതൊന്നുമല്ല വേണ്ടത്, നമ്മൾ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗചാച്ച കോടതി കൂടിയിട്ട് ഇവരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. തുത്സികളോട് ചോദിച്ചു. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൊന്നവൻ എന്നോട് വന്നിട്ട് കരയാണ്, എന്റെ ഭർത്താവിനെ കൊന്നവൻ എന്നോട് വന്നിട്ട് കരയാണ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകൾ അവർക്ക് തിരിച്ചു കൊണ്ടുതരാൻ കഴിയില്ല, പക്ഷെ നഷ്ടപ്പെട്ട മുതലൊക്കെ അവർ പുതുതായിട്ട് ഉണ്ടാക്കി തരട്ടെ. എന്നാൽ അവരോട് യാതൊരു പ്രതികാരമില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. ഈ ഹുദു നാഷണലിസ്റ്റുകളുടെ ഈ യുദ്ധ കുറ്റവാളികളെ തുത്സി ഗ്രാമങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുക. അവർ പിന്നെ പണിയെടുക്കുകയാണ്. ഒരു കാലത്ത് തങ്ങൾ കൊന്നൊടുക്കിയിരുന്ന ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അവർക്ക് കളറൊഴിച്ചു കൊടുക്കാനും അവർക്ക് കക്കൂസ് ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ഇവർ പണിയെടുക്കുകയാണ്. ഇവരങ്ങനെ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുത്സികളും അവരുടെ കൂടെ ചേർന്നു. അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ അവർക്കിടയിലുള്ള എല്ലാ വിദ്വേഷവും അവസാനിച്ചു. റെസ്റ്റോറേഷൻ അങ്ങനെ സംഭവിക്കുന്നു. റെസ്റ്റോറേഷൻ. അതേസമയം പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് നീതി എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഹിൽഫുൽ ഫുദൂലൊക്കെ എത്രയോ വട്ടം ഇവിടെ പറഞ്ഞതാണ്. അതൊക്കെ വലിയ സംഭവമായി മാറുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുള്ള ഒരു മാതൃക. ഇനിയും 1-2 സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. എന്തായിരുന്നാലും ദുൽഖർനൈനിന്റെ കഥ തീർന്നിട്ടില്ല.
അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സൈറസ് രാജാവിന്റെ ജീവിതത്തിലേക്കും സംഭവങ്ങളിലേക്കും ഒക്കെ ചരിത്രപരമായിട്ട് തന്നെ നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ഏറ്റവും നീതിപൂർവകമായ, ഏറ്റവും ധാർമ്മികമായ ജീവിതം നയിക്കുവാനും വിജയം വരിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.